നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്നൊരു തമിഴ് തിരുമണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറി നേരത്തെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈഫ് ഹൗസിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു അണ്ണനാണ്. അണ്ണൻ്റെ മോളുടെ വിവാഹത്തിനാണ്. അപ്പോൾ ഇവരുടെ കുറി കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. എല്ലാം തമിഴിൽ എഴുതിയേക്കുന്നത് വേറെ കാര്യം. ഒരു കൗതുകത്തിന് വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അകത്ത് നോക്കിയപ്പോൾ കണ്ടോ, നമ്മുടെ പേരൊക്കെ വെച്ചാണ് കുറി അടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി അതൊരു ആശംസകൾ ആകാനാണ് സാധ്യത. ഇവിടുത്തെ പപ്പയുടെ മമ്മിയുടെ പേര്, എരവേലിലെ പപ്പയുടെ മമ്മിയുടെ പേര്, പിന്നെ വൈഫിൻ്റെ എന്നെയും കൂടെ പേരൊക്കെ വെച്ചാണ് അടിച്ചേക്കുന്നത്. ബാക്ക് സൈഡിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂടെ ആശംസകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നീവയെ പിടിച്ചിട്ട് അവരൊരുക്കുകയാണ്. ഇപ്പം നീവ പെട്ടെന്നൊരു സെലിബ്രിറ്റിയായി മാറി സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരാദ്യം ചോദിച്ചു, മുടി ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ചെയ്തോളാൻ പറഞ്ഞതും പെട്ടെന്ന് മുല്ലപ്പൂ മേടിക്കാൻ പോകുന്നു, സ്ലൈഡ് മേടിക്കാൻ പോകുന്നു. ഒരു 10-15 ആൾക്കാരുണ്ട് ചുറ്റിലും. അപ്പോൾ ഈ മോളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് സ്ലൈഡൊക്കെ വെച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരുക്കുകയാണ്. നീവയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിയായി മാറിയതിൻ്റെ ഒരു ആകാംക്ഷയും എക്സൈറ്റ്മെൻറ്റൊക്കെ ആ മുഖത്തുണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയപ്പം തന്നെ എന്താ പറയുന്നത്, അവർ റിസീവ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ നമ്മളെ നേരെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ചായയൊക്കെ തന്നതിന് ശേഷമാണ് പെട്ടെന്ന് അവരോട് ചോദിച്ചത്. അപ്പോൾ നീവ പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും മുല്ലപ്പൂവും എല്ലാം ചൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അത് ഇവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളെല്ലാം തന്നെ നല്ലതായിട്ട് ഒരുങ്ങിയാണ് കുറിയൊക്കെ തൊട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ നേരെ കല്യാണ മണ്ഡപത്തിൻ്റെ ആ ഏരിയയിലോട്ട് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ കല്യാണ രീതികൾ എങ്ങനെയാണെന്ന് നോക്കണം. എന്താണെങ്കിലും കുറേ രണ്ട് ടീമിൻ്റെയും, അതായത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂട്ടുകാരുടെ 2 പേര് കൂട്ടുകാരാണെന്ന് തോന്നുന്നു. യൂണിഫോം ഒക്കെ ഇട്ട് തന്നെയാണ് ഇവിടെ പരിപാടി. നല്ല ആഘോഷ ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇപ്പം ഫസ്റ്റിലെ. ബാക്കി ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കല്യാണം നടക്കുന്ന മെയിൻ ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ്. ചെറിയൊരു അമ്പലമാണ്. അതിന് മുന്നിൽ വെച്ചിട്ടാണ് താലി കെട്ടുന്നത്. അപ്പോൾ ഇവിടെ മുന്നോടിയായിട്ട് ചെണ്ടമേളമാണ് ഇപ്പം മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ള വീഡിയോ കവർ ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം. ആക്ച്വലി വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നി. ഞാനും ഒരു ഫസ്റ്റ് ടൈം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതിൻ്റെ ആചാരങ്ങളൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഞാനിത് മാക്സിമം പകർത്തുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം എനിക്ക് പറഞ്ഞു തരാനായിട്ട് കൂടുതൽ അറിയത്തില്ല. അണ്ണൻ്റെ റിലേറ്റീവാണ് മാണിക്യം. നമ്മുടെ ഒരു മെയിൻ പണിക്കാരനാണ്. നമ്മുടെ ബിൽഡിങ്ങൊക്കെ ഇപ്പം കുറച്ച് വർക്കുകൾ റിനോവേഷൻ നടക്കുന്നുണ്ട്. ഈ ആശാനൊക്കെയാണ് മെയിൻ അവിടെ പണിയുന്നത്. അപ്പോൾ അവരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒന്ന് കാണാനൂടെ സാധിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ വരുമെന്നത്ര വിളിച്ചു കാര്യമായിട്ടെങ്കിലും നമ്മൾ വരുമെന്നത്ര ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നീബയും പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഇപ്പുറത്തിരിക്കുന്നതാണ് ഗണേശ് അണ്ണൻ കേട്ടോ. ഒറിജിനൽ പേര് എന്താണ്, പപ്പ എളുപ്പത്തിൽ വിളിക്കുന്നതാണ് ഗണേശൻ എന്ന്. ഓക്കെ. അപ്പം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ മെയിൻ പറമ്പ് പണിയും റിനോവേഷൻ വർക്ക് എല്ലാ പണിയും ചെയ്യും. അതാണ് മെയിൻ. പുള്ളിയാണ് ആളിനെ കൂട്ടി ഇവിടുന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ആളിനെ കൂട്ടി നമ്മുടെ അവിടെ വന്നാണ് ഇപ്പം മിക്ക പരിപാടികളും നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ കല്യാണ ചെറുക്കൻ അതാണ് കേട്ടോ. കല്യാണ ചെറുക്കനെ ഒരുക്കി എന്തോ കാര്യങ്ങൾ ചെയ്ത്, ഫോട്ടോഗ്രാഫർ മാത്രമേ ഉള്ളൂ ഇവിടെ. വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. മാല ഇടിയിക്കുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് തരുന്നത്. ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ കാര്യമായിട്ട് അങ്ങ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനും വിചാരിച്ച് കാര്യമായിട്ട് അന്ന് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന്. നല്ല ഒത്തിരി ആളുകളുണ്ട്. ഇവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം, കല്യാണത്തിൻ്റെ ദിവസം മാത്രമല്ല, തലേ ദിവസവും ഒരു ദിവസം മുമ്പ് തന്നെ
അതിൻ്റെ പരിപാടികളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ പരിപാടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ് താലികെട്ടൊന്നും ഇപ്പോൾ അമ്പലത്തിൽ നടക്കുന്നത്. അപ്പം ആഘോഷങ്ങളൊക്കെ മിക്കവാറും 2 ദിവസം മുമ്പ്, അതായത് വീട്ടിലെ ആഘോഷങ്ങളൊക്കെ ഇന്നലെ ആയിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് കല്യാണ പെണ്ണല്ലേ, വധു. ഓക്കെ, അവരെ മാലയിട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പം പെണ്ണിനെയും ചെറുക്കനെയും കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും മിക്കവാറും ഇരുന്ന് താലി കെട്ടുന്നത്. അപ്പോൾ അതിനു മുമ്പ് പൂജ കാര്യങ്ങളുമൊക്കെ കാണണം. ഓക്കെ, അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നല്ല എന്താ പറയുക, നമുക്കൊരു ആഘോഷം മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ലേ? അപ്പോൾ ഒരു സൈഡിൽ പടക്കത്തിന് ഒരു കുറവില്ല കേട്ടോ, ഗുണ്ട് തന്നെ ഇട്ട് പൊട്ടിക്കുന്നത്. സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. ആക്ച്വലി ഗുണ്ട് പൊട്ടിക്കുന്ന സൗണ്ട് നമുക്ക് അത്ര ഇതല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര അവർക്കത് വലിയൊരു ആഘോഷ മൂഡിൽ ഗുണ്ട് പൊട്ടിച്ച് എല്ലാവരും അത് എൻജോയ് ചെയ്യുകയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും. നമുക്ക് പെട്ടെന്ന് അത്രയും കൊണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. കുഴപ്പമില്ല, അത് അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമല്ലേ. അവരെല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പോൾ നടക്കുന്നത് ആക്ച്വലി താലി പൂജിക്കുന്ന ഭാഗമാണെന്നാണ് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ മുഹൂർത്ത ടൈമിൽ കറക്റ്റ് ഇവർ കെട്ടിയിരിക്കും. അപ്പം 11:30 11:35 അതങ്ങനെ കണ്ടുകൊണ്ട് മുഹൂർത്ത ടൈം. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പൂജകളാണ് ഇവിടെ പൂജാരി ചെയ്യുന്നത്.
ഇപ്പോൾ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെറുക്കനെയും പെണ്ണിനെയും അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ പൂജിച്ച് നമ്മളെല്ലാവരും ഇപ്പം കൊടുക്കുന്നുണ്ട് പൂവാണ് കേട്ടോ. നമ്മളിങ്ങനെ കല്യാണം താലി കെട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ പൂ വിതറത്തില്ലേ, അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും അവർ താലത്തിൽ കൊണ്ട് പൂവിൻ്റെ ഒരു പിടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നീവൻ പപ്പയൊക്കെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി കേട്ടോ. ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഫ്രണ്ട് കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ താലിമാലയും അതിൻ്റെ മേളിൽ വെക്കുന്ന പൂവും മുല്ലപ്പൂവിൻ്റെ ഒരു കെട്ടൂടെ പൂജിക്കുന്ന ഭാഗമാണിപ്പോൾ കാണുന്നത്. അപ്പം ഈ പൂജയ്ക്ക് ശേഷമാണ് ഇപ്പോൾ താഴോട്ടിറങ്ങി ഇത് കൊടുത്ത് ഇതിൽ നിന്നാണ് താലിമാല എടുത്ത് കാർണവർ കൊടുത്ത് ചെറുക്കൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ചെറുക്കൻ്റെ കൊടുത്തിട്ട് ചെറുക്കൻ താലി കെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അന്നേരം ഇവിടെ ആഘോഷ പരിപാടികളുടെ എന്താ പറയുന്നത്, മേളം മുറുകട്ടെ എന്ന് പറയുന്ന പോലെ ഇവിടെ മേളത്ത് മുറുകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഗുണ്ടുപൊട്ടിയിലായിരിക്കും മുറുകുന്നത്, ഒരു ലക്ഷണം കണ്ടിട്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ആ പർട്ടിക്കുലർ ടൈം മുഹൂർത്തമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാരണവർ. താലികെട്ടിൻ്റെ ടൈം ആയതും എന്തൊക്കെയോ ദൈവമേ സ്പ്രേയോ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു. ഇതെന്തോ ആവുമെന്നറിയത്തില്ല കേട്ടോ. അവിടെ ഒരു രക്ഷയില്ല, ഗുണ്ട് തകർത്ത് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കുന്ന പോലെ ഗുണ്ടാണ് പൊട്ടിക്കുന്നത് ഇട്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ഫുൾ ഫെസ്റ്റിവൽ മോഡ്. പ്രാർത്ഥനയും നടക്കുന്നു. അവർ കാരണവരും വീട്ടുകാരും എല്ലാം നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ആഘോഷം. അപ്പോൾ ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്ന എല്ലാം പയ്യൻ്റെ കൂട്ടരാണ് കേട്ടോ. അവർ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെയാണ്. മറ്റേ ആ റോസ് കളർ ഇട്ട് നിൽക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരും അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ രണ്ട് കൂട്ടരും രണ്ട് യൂണിഫോമിലാണ്. ഇവിടെ ഗുണ്ട് പൊട്ടിക്കുന്നതും വാശിക്കാണ് പൊട്ടിക്കുന്നത് കേട്ടോ, രണ്ട് കൂട്ടരായിട്ട്. ഇത് നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞാനും വിചാരിച്ച് തലേന്ന് പോകത്തില്ല, ആകെ ബുദ്ധിമുട്ടാവുന്നേ. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ബുദ്ധിമുട്ടില്ല. ഈ ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു ആക്ച്വലി. ഫോട്ടോഗ്രാഫർ മറ്റേ ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് മറ്റേ ചിന്നൗൺ ഒന്നുകൂടെ നോക്കിച്ചിരിക്കൂ ഫോട്ടോ സെക്ഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ചടങ്ങായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. താലികെട്ട് പിന്നെ സിന്ദൂരം ചാർത്തി കൊടുക്കുന്ന ചടങ്ങ് ഇപ്പോൾ നടക്കുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ചടങ്ങുകളായിട്ടൊന്നും ഇവിടെ ഇല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഭക്ഷണം ത്തിൻ്റെ ലക്ഷണമൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടേ ഇവർ ഭക്ഷണം സെർവ് ചെയ്യത്തുള്ളൂ. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇപ്പം ഹിന്ദു കല്യാണമാണെങ്കിൽ പ്രത്യേകിച്ച് താലി കെട്ടുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് ഹോളിലാണെങ്കിൽ എല്ലാം ഓപ്പണായി ഭക്ഷണം സെർവ് ചെയ്ത് തുടങ്ങും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. ഇവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
ഇവർക്ക് മധുരം കൈമാറുന്ന ചടങ്ങുണ്ട് കേട്ടോ. ഇതുണ്ടോ, പാലും പഴവുമാണ്, അതും പൂജിച്ച് ഇതുപോലെ പാലും പഴവും കൊടുക്കുന്ന ചടങ്ങുണ്ട്. അപ്പം മധുരം വെപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് വെൽക്കം നമുക്ക് ഡ്രിങ്ക്സും കേക്കും ഒക്കെ കട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ മധുരം വെപ്പാണ്. സെയിം മധുരം വെപ്പ് ഡ്രിങ്ക്സ് കുടിക്കുന്നു എന്ന് പറയുന്നത് സെയിം സംഭവം. ഇവർക്ക് പാലും പഴവും കൂടാണ് മിക്സ് ചെയ്തിട്ട്. അപ്പം അവർക്കും ആ ആചാരമൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ അനുഗ്രഹിക്കുന്ന ഭാഗമായിട്ടാണ് ഇതൊക്കെ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞ് പോസ്റ്റ് ചെയ്യിപ്പിച്ച അനുഗ്രഹമൊക്കെ ശരിക്കും കഴിഞ്ഞു. പിന്നെ ഈ സിന്ദൂരം ചാർത്തി കൊടുക്കൽ ഇതെല്ലാം ഉണ്ടല്ലോ. സിന്ദൂരം ചാർത്തി കൊടുക്കുന്നത് വരൻ വധുവിനാണ് കൊടുക്കേണ്ടത്. ഇത് ഇവരും അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഫ്ലെക്സിനൊന്നും ഒരു പഞ്ഞും ഇല്ല കേട്ടോ. ഫ്ലെക്സ് നല്ല പറയണ്ടേ, കട്ടൗട്ട് ഉണ്ടല്ലോ, നമ്മൾ വിജയ് പടത്തിനൊക്കെ കാണുന്നതിനേക്കാളും വലിയ ഭീകര കട്ടൗട്ടുകളാണ്. ഒരു 3 എണ്ണം ഉണ്ട് ഇതുപോലെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. എനിക്കറിയാൻ ഞാൻ ഫസ്റ്റ് ടൈം ഒരു തമിഴ് കല്യാണത്തിന് പങ്കെടുക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടും കുറവാണ്. ഇതിലൊക്കെ അപ്പുറത്തെ കട്ടൗട്ടും കാര്യങ്ങളും ആഘോഷവും വേറെ ലെവലിൽ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ, ഒരു മയവും ഇല്ലോട്ട്, ഗുണ്ടൊക്കെ പൊട്ടിച്ചാണ് റോഡിലിടുന്നത്. നമ്മളവിടെ വല്ലതും ആണെങ്കിൽ ഇപ്പം പൂര അടി നടന്നേന്. അതൊക്കെ ഇവിടുത്തെ ഒരു കോമൺ ഭാവമാണ്. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ഇതൊരു എന്താ പറയുന്നത്, അപ്പോൾ ഈ ഇത്രയും കാര്യമായിട്ട് ഗുണ്ട് പൊട്ടിക്കുന്നത് നമ്മുടെ അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്കൊരു പ്രത്യേകം എടുത്ത് പറയാനായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം കല്യാണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഓൾമോസ്റ്റ് മണ്ഡപവും അതിരിക്കുന്ന സൈഡിൽ നിന്നും എല്ലാം താഴോട്ടിറങ്ങി വർത്തമാനം പറിച്ചിൽ കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്. ബാക്കി ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഊട്ടുപുരയൊന്നും അപ്പുറത്താണ്. ഞാൻ ഊട്ടുപുര എവിടെയാണെന്നൊക്കെ ചോദിച്ചു, അപ്പുറത്താണെന്ന് പറഞ്ഞു. പിന്നെ ഒരു പരിപാടി എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താണേലും ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു വാഴ, ഒരു മറ്റെന്താ പറഞ്ഞത്, ഒരു വെൽക്കം ഇതാണല്ലോ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ പയ്യനെ ആരും പറയാണ്ട് ആ പയ്യൻ തന്നെ കയറി തോളത്ത് കയറി, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മളവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പം തന്നെ ആ പയ്യനെ എടുത്തുയർത്തി, കസേരയില്ല മേശയും വേണ്ട, എടുത്ത് കൈ കൊണ്ട് പിടിച്ച് നോക്കി അത് കെട്ടിവെച്ച് കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നടന്നു. അതൊക്കെ സമ്മതിക്കണം കേട്ടോ. നമ്മളൊക്കെയാണ് വിചാരിക്കുക അവർ വരട്ടെ ഇവർ വരട്ടെ എന്നൊക്കെ കിടക്കും. അപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൈഡിൽ പാട്ട്, ഒരു സൈഡിൽ കൊട്ടുകാർ, ആഘോഷത്തിൻ്റെ മറ്റെന്നാ പറഞ്ഞേ, ആഘോഷത്തിൻ്റെ തിരകളൊക്കെയാണ്. അപ്പം ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ ആൾ കുറവാന്ന് തോന്നുന്നു, പെണ്ണിൻ്റെ ഡാൻസുകാർ കുറവാന്ന് തോന്നുന്നു. ഇത് പയ്യൻ്റെ വീട്ടുകാരാണ്. അവർ നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പിലുള്ള പിള്ളേരും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. എന്താണേലും അവർ നല്ല തകർക്കുകയാണ്, ഒരു രക്ഷയില്ല. എനിക്കറിയാൻ കഴിഞ്ഞത്, അപ്പം ഈ ആഘോഷ പരിപാടിയിൽ ഇങ്ങനെ കുറച്ച് നേരം കൂടെ തുടരും. അതായത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിലോട്ട് ആഘോഷമായിട്ട് പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭക്ഷണം. അപ്പം നമുക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വിട വാങ്ങുകയാണ്. എന്താണേലും ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുത്തത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.